ടീച്ചർ എവിടെ നിന്നാ? ഇന്നലെ ചോദിക്കാൻ കഴിഞ്ഞില്ല. ആദ്യമായാണ് കാണുന്നത്. കുറച്ച് ദൂരെ നിന്നാ അവൾ സ്ഥലപ്പേര് പറഞ്ഞു. ഞാൻ ഡ്രൈവറാ ടീച്ചറെ. അതുവഴി 2 കൊല്ലം മുമ്പേ വന്നിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ താമസം എവിടാ? ഞാൻ ആനന്ദങ്ങളുടെ കസിനാ. പെട്ടെന്ന് ആൽവിന്റെ മുഖത്ത് ബഹുമാനം നിറഞ്ഞു. അയ്യോ ടീച്ചറെ, ഞാൻ അറിഞ്ഞില്ല, സോറി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമിക്കണം. അതിനാരവ് എന്നെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ, അതുകൊണ്ട് സോറി ഒന്നും വേണ്ട. അയാൾ മനോഹരമായി പുഞ്ചിരിച്ചു. നന്ദിനിക്കുട്ടി ആ ചിരി നോക്കി നിന്നു. ഏതു സങ്കടവും ആരവിന്റെ പുഞ്ചിരിയിൽ അലഞ്ഞു പോകുമെന്ന് അവൾ ഓർത്തു. അവനോട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. ഉള്ളു തുറന്ന് കപടത കാട്ടാതെയുള്ള സംസാരത്തില് അങ്ങനെയാണ്. നന്ദിനിക്കുട്ടി ഓർത്തു. സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ ടീച്ചറെ. പെട്ടെന്ന് അവളുടെ മുഖം വാടി. അവനോട് സംസാരിക്കുമ്പോൾ നഷ്ടമായതൊക്കെ തിരിച്ചു കിട്ടിയ പ്രതീതിയാണ്. ആരവ്? എന്താ ടീച്ചറെ? അവൻ തിരിഞ്ഞു നിന്നു. ഇനി ഒരിക്കലും കുടിക്കരുത്, മോൾക്കായി ജീവിക്കണം. തീർച്ചയായും ഞാനത് തീരുമാനിച്ചു. കുടിക്കുന്നതല്ല, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ടീച്ചർ എന്നെ പഠിപ്പിച്ചു. അവളുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. ആരവ് നാളെ വരുമ്പോ മുടിയും വെട്ടി താടിയും ഷേവ് ചെയ്തിട്ട് വരണം. ചെയ്യാൻ ടീച്ചറെ. എങ്കിൽ ഞാൻ പോവാ. മെല്ലെ തലയാട്ടി. അകന്നു പോകുന്ന ആരവിനെ നോക്കി അങ്ങനെ മോളുമായി നിന്നു. ഹൃദയത്തിൽ നിന്നും പെട്ടെന്ന് ആരോ ഇറങ്ങിപ്പോയ പോലൊരു തോന്നല് നന്ദിനിക്കുട്ടിക്ക് അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ട എന്തോ നഷ്ടമായതുപോലെ. ആരവ് അകന്നു പോകുന്നത് അങ്ങനെ നോക്കി നിന്നുപോയി. ടീച്ചറമ്മേ! ആരതിമോളുടെ വിളി കേട്ടാണ് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. അച്ഛ പോയി. വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മോളെ. ആരതിയെയും കൂട്ടി നന്ദ ക്ലാസ്സിലേക്ക് പോയി. അവളുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. ഉണ്ണിയെക്കുറിച്ചുള്ള വിങ്ങുന്ന ഓർമ്മകൾക്കൊരു പുനർജീവൻ കൂടിയായിരുന്നു ഇത്. 2 മണിക്കൂറത്തെ ക്ലാസ് കഴിഞ്ഞിട്ടും ആരതിയെ വിട്ടുപോവാൻ മനസ്സ് വന്നില്ല. ഉച്ചവരെ അവിടെ ചുറ്റിപ്പറ്റിയിരുന്നു. രാവിലെ അമ്മ തന്നുവിട്ട ദോശ മോളുമായി പങ്കിട്ട് ഒരുമിച്ച് കഴിച്ചു. ടീച്ചറമ്മ നാളെ വരുവോ? ആരതിക്കുട്ടിയെ വാരിയെടുത്ത് ഉമ്മകളിൽ മൂടി. ടീച്ചർ പോവാണെന്നറിഞ്ഞതും കുഞ്ഞുമുഖം വാടി. ഓരോന്നും പറഞ്ഞ് മോളെ ആശ്വസിപ്പിച്ച് മടങ്ങുമ്പോഴും ആരതിയുടെ വാടിയ മുഖം നന്ദിനിക്കുട്ടിയിൽ വിങ്ങലായി നിന്നു. എന്നും പതിവ് പോലെ നേരെ തുളസി ആന്റിയുടെ മുറിയിൽ കയറി ഹൃദയം തുറന്നു. കുറച്ചു സമയം അവിടെ ഇരുന്നിട്ട് മുറി വിട്ടിറങ്ങി. എന്തു പറ്റി മോളെ? രാവിലെ പോയതുപോലെ അല്ലല്ലോ. ഒന്നുമില്ലമ്മേ, തലവേദനിക്കുന്നു. മോള് ചെന്ന് കിടക്ക്, അമ്മ ചായ എടുക്കാം. നന്ദിനിക്കുട്ടി മുറിയിലേക്ക് കയറി കിടക്കയിലേക്ക് വീണു. മനസ്സിലൂടെ ആരതിയുടെയും ആരവിന്റെയും മുഖം കടന്നുപോയി. ഹൃദയത്തിൽ കുഞ്ഞു കണം അടർന്നു വീണതറിഞ്ഞ് അവിടുന്ന് പുഞ്ചിരിച്ചു. ഉമ്മ ചായയുമായി വന്നു. അത് വാങ്ങി കുടിച്ചിട്ട് വീണ്ടും കിടന്നു. അമ്മ ബാമ്പുരട്ടി നെറ്റിയിൽ തടവുന്നതിന്റെ സുഖത്തിൽ മെല്ലെ കണ്ണുകൾ അടച്ചു. അടുത്ത ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. ആ ആഴ്ചയിലെ അവസാനത്തെ ദിവസം. ഇനി തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാവും. നന്ദിനിക്കുട്ടിക്ക് ആ ദിവസം വേദനാജനകമാണ്. ആരതിക്കുട്ടിയെ പിരിയുന്നത് ഓർക്കുമ്പോൾ സങ്കടം വരും. ഈ നാട്ടിലെത്തിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. സെറ്റ് സാരിയാണ് പതിവില്ലാതെ ഉടുത്തത്. സ്കൂളിലേക്കുള്ള വഴിയിൽ എന്നത്തെയും പോലെ ആരതി മോൾക്കായി പ്രാർത്ഥിച്ചു. കൂട്ടത്തിൽ പതിവില്ലാതെ ആരവിനെയും ചേർത്തു. സ്റ്റാഫ് റൂമിൽ കയറാതെ വാഗപൂത്ത മരച്ചുവട്ടിൽ മോളെയും അവളുടെ അച്ഛനെയും പ്രതീക്ഷിച്ചു നിന്നു. സമയം മേലെ ഓടിപ്പോയത് നന്ദിനിക്കുട്ടി അറിഞ്ഞില്ല. ഇടയ്ക്ക് മൊബൈൽ നോക്കിയതും ഒന്ന് നടുങ്ങിപ്പോയി. സമയം 10 കഴിഞ്ഞിരിക്കുന്നു. ഓരോന്ന് ചിന്തിച്ചു നിന്നതിനാൽ സമയം കടന്നു പോയത് അറിഞ്ഞില്ല. ഇത്രയും സമയമായിട്ടും ആരതിമോള് വന്നില്ലല്ലോ. നന്ദിനിക്കുട്ടിയിൽ നെഞ്ചിടിപ്പേറി. ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവൾ നേരെ സ്റ്റാഫ് റൂമിൽ കയറി തലയ്ക്ക് കയ്യം കൊടുത്തിരുന്നു. എന്തുപറ്റി നന്ദിനി? ടീന ടീച്ചർ ചോദിച്ചതും തല ഉയർത്തി. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവരൊന്ന് അമ്പരന്ന് പോയി. ആരതിന്ന് വന്നില്ല. ആരതിയുമായിട്ടുള്ള അടുപ്പം സ്നേഹവും സ്കൂളിലെല്ലാവർക്കും അറിയാം. അയാൾ കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരിക്കും. ടീനയുടെ വാക്കുകൾ നെഞ്ചിൽ നടുക്കമുണർത്തി. ഇല്ല ടീന,
ആരും ഇനി കുടിക്കില്ല എന്നുറക്കെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. അതിന് കഴിയാതെ നന്ദിനിക്കുട്ടി നിസ്സഹായായി തീർന്നു. ആരതിയെക്കുറിച്ച് ഒരു വിവരവും അറിയാൻ കഴിയാതെ സമാധാനം ലഭിക്കുന്നെന്ന് മനസ്സിലായി. തെല്ലുനേരം മൗനമായി തേങ്ങി. ഉള്ളിലെ സങ്കടങ്ങൾ കുമിഞ്ഞു കൂടിയതോടെ ടീനയോട് തന്നെ ചോദിക്കാമെന്നുറപ്പിച്ചു. ആരതിയുടെ വീടറിയോ? ഒരു നിമിഷം നന്ദിനിയെ ടീന സൂക്ഷിച്ചു നോക്കി. ഉള്ളിൽ തിളച്ചു മറന്ന സങ്കടം അവർക്ക് മനസ്സിലാവാതിരിക്കാനായി ഒരു പുഞ്ചിരി വരുത്തി. കുറച്ചു ദൂരം നടക്കാനുണ്ട്. അത് സാരല്ല, വഴി പറഞ്ഞു തന്നാ മതി. ടീനയോട് വഴി ചോദിച്ച് മനസ്സിലാക്കി നടക്കുമ്പോൾ കാരണമറിയാതെ മനസ്സ് പിടിച്ചുകൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന സൂര്യന്റെ ചൂട് വകവെക്കാതെ സ്പീഡിൽ നടന്നു. ആരോടൊക്കെയോ വഴി പിന്നെയും ചോദിച്ച് നടന്നകന്ന് നീങ്ങുമ്പോൾ വിയർപ്പിൽ കുളിച്ചു മുങ്ങിയിരുന്നു. ആരവിന്റെ വീട്? പിന്നെയും ആരോട് ചോദിച്ചതും കുറച്ചു മുമ്പിലേക്കായി അയാൾ വിരൽ ചൂണ്ടി. ദാ ആ കാണുന്നതാ വീട്. കുറച്ചകലെയായി ഓടിട്ടൊരു ചെറിയ വീട് കാണുന്നുണ്ട്. വേഗം അങ്ങോട്ടേക്ക് നടന്നു. ഓടുകയായിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. മോളെ, ആരതിക്കുട്ടി. വീടിന് മുമ്പിലായി ആരെയും കാണാതായതോടെ മിടിക്കുന്ന ഹൃദയവുമായി അകത്തേക്ക് നീട്ടി വിളിച്ചു. ഹാളിലേക്ക് കയറിയതും ആരവ് കട്ടിൽ കിടക്കുന്നത് കണ്ടു. ഉള്ളിലൊരു തേക്കം വന്ന് നിറഞ്ഞു. കുടിക്കിൽ നിന്ന് വാക്ക് നൽകിയിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ട് നെഞ്ചൊന്ന് നീറി. ആരതിക്കുട്ടിക്കായി മിഴികൾ 4 പാടും തേടിയലഞ്ഞു. കാണാതായതോടെ തേക്കം വന്നു നിറഞ്ഞു. പെയ്തിറങ്ങിയ മിഴികളുമായി പിന്തിരിഞ്ഞതും ആരവിന്റെ ഞെരുക്കവും മൂളലും കേട്ടു. സംശയത്തോടെ അരികിൽ ചെന്ന് നിന്നു. നെറ്റിയിൽ കൈവച്ചതും പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടു. ആരവ്, ആരവ്, എന്താ പറ്റിയത്? ചോദ്യത്തോടൊപ്പം നൊമ്പരവും പെയ്തിറങ്ങി. ബുദ്ധിമുട്ടി ആരവ് മിഴികൾ തുറന്നു. ടീച്ചറെ കണ്ടതും ചുണ്ടിലൊരു വരണ്ട പുഞ്ചിരി തെളിഞ്ഞു. ഇന്നലെ രാത്രിയിലെ മഴ മുഴുവൻ നനഞ്ഞു ടീച്ചറെ. അതിൻ്റെയാ, മദ്യപിച്ചിട്ടൊന്നുമില്ല. അത് കേട്ടതും മനസ്സിലൊരു നോവുണർന്ന് പെയ്തിറങ്ങി. തെറ്റിദ്ധരിച്ചു തോർത്ത് സങ്കടപ്പെട്ടു. മോളെ എവിടെ ആരവ്? വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2-3 വീട് അകലെയുള്ള കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നന്ദിനിക്കുട്ടിക്ക് ശരിക്കും നൊന്തുപോയി. മോള് വിശന്നിരിക്കുകയാണെങ്കിൽ മോളുടെ അച്ഛനും പട്ടിണിയായിരിക്കും. ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കി തരാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ അടുക്കളയിലേക്ക് ഓടി. പരിചയമില്ലാത്ത പച്ച ചുള്ളിക്കമ്പുകൾ കത്തിച്ചെടുത്ത് അടുപ്പ് എങ്ങനെയൊക്കെ കത്തിച്ചു. അടുപ്പ് ഊതുമ്പോൾ ഇടയ്ക്കിടെ ചുമയ്ക്കുന്നുണ്ടെങ്കിലും ഇഞ്ചിയും കുരുമുളകിട്ട് എങ്ങനെയൊക്കെയോ കാപ്പി തയ്യാറാക്കി. എഴുന്നേറ്റ് കാപ്പി കുടിക്കാരോ? നന്ദിനിക്കുട്ടി വിളിച്ചെങ്കിലും എഴുന്നേക്കാൻ അവന് ആസക്തനായിരുന്നു. തെല്ലൊന്നും മടിക്കാതെ അവൾ സഹായിച്ചു. തന്നിലേക്ക് ചാരിയവനെ മെല്ലെ കാപ്പിയുടെ ചൂടൂതി ചുണ്ടോട് ചേർത്തു. കുടിക്കാരോ? നന്ദിനിക്കുട്ടി പതി കാപ്പി കുടിപ്പിച്ച ശേഷം കിടക്കയിൽ അവനെ കിടത്തി. ചെറിയ തുണി കഷ്ണം നനച്ച് അവന് നെറ്റിയിലിട്ട് അവൾ കാവലിരുന്നു. ടീച്ചറമ്മേ. ആരതിക്കുട്ടിയുടെ മുഖം വാതിക്കൽ തെളിഞ്ഞതും ഓടിച്ചെന്ന് വാരിയെടുത്ത് ഉമ്മകളാൽ മൂടി. അച്ചയ്ക്ക് വയ്യായിരുന്നു ടീച്ചറമ്മേ, അതാ വരാഞ്ഞേ. നന്ദിനിക്കുട്ടിയിൽ സങ്കടം വന്ന് മൂടി കണ്ണുകൾ നിറഞ്ഞു. മോളുമായി അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് കാവലിരുന്നു. ഇടയ്ക്കിടെ തുണി നനച്ച് നെറ്റിയിന്മേലിട്ടു. വൈകുന്നേരം ആയതോടെ ആരവിന്റെ ചൂട് കുറഞ്ഞു. അവൾ ചൂട് കഞ്ഞി വെച്ചുകൊണ്ടുവന്ന് കുടിക്കാൻ മടിച്ചവന് സ്പൂണിൽ കോരി ചുണ്ടിനോടടുത്ത് കൊണ്ടുവന്നതും അവനിൽ നിന്നും മിഴിനീർക്കണങ്ങൾ ചിതറി അതിലേക്ക് ഇറ്റി വീണു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.